സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ കുടുംബം ഏറ്റവും സന്തോഷകരമാകാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്കറിയാം, ഒരു കുടുംബം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബമായിരുന്നു. ഒരച്ഛൻ, ഒരമ്മ, അവരുടെ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളുടെയും ഭാര്യയോ ഭർത്താവോ, അപ്പോൾ അവർ തന്നെയായി 10 പേര്, അച്ഛനും അമ്മയോ ആയ 12 പേര്. ഈ 5 മക്കൾക്കും ഉണ്ടാകും 4 or 5 മക്കൾ. അപ്പോൾ ചുരുങ്ങിയത് അവരുടെ മക്കൾ എത്രയായി? ചുരുങ്ങിയത് ഒരു 20 പേരെങ്കിലും ഉണ്ടാകും. അതുകൂടാതെ അവർ വിവാഹം കഴിച്ച ആൾക്കാരും ആ വീട്ടിൽ തന്നെ താമസിക്കും. അങ്ങനെ വലിയ ഒരു കൂട്ടുകുടുംബമായിട്ടായിരുന്നു, ഒരു വലിയ വടവൃക്ഷം പോലെയായിരുന്നു പണ്ട് നമ്മുടെ ഹിന്ദു കുടുംബം ഉണ്ടായത്. എന്നാൽ ഇന്ന് കല്യാണം കഴിഞ്ഞ് നിശ്ചിത ദിവസം കഴിയുമ്പോൾ തന്നെ ഭാര്യയും ഭർത്താവും കൂടും കുടുക്കിയും എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നു. എന്താ പറയുന്നറിയോ? ജോലിയുടെ ഭാഗമായിട്ട്, യാത്രയുടെ സൗകര്യമായിട്ട്, ഭർത്താവിൻ്റെ അമ്മയുടെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ജീവിത രീതി ശരിയല്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് മോശമായി പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ട്, ഇതൊന്നുമല്ലാതെ തന്നെ അവരോട് പൊരുത്തപ്പെട്ടു പോകാൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ആ വരുമാനം കൊണ്ടാണ് അവർ കഴിയുന്നത്, അതിന് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടും ചില മക്കൾ പോകുന്നു. അങ്ങനെ അവർ അണുകുടുംബമായി തീരുന്നു. അപ്പോൾ അച്ഛനും അമ്മയെയും അവിടെ ആക്കിയിട്ട് ഈ വിവാഹം കഴിഞ്ഞ ചെറുക്കനും ആ വധുവും കൂടി വേറെ താമസിക്കുന്നു. ആ താമസിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അവർ തമ്മിൽ തല്ലുമ്പോൾ അത് പരിഹരിക്കാൻ അവിടെ ഒരാളില്ലാതെയാകുന്നു. അവരുടെ പ്രശ്നങ്ങൾ കൂട്ടുകുടുംബത്തിലാണെങ്കിൽ അവിടെയുള്ള മറ്റു കുടുംബാംഗങ്ങൾ അതിനെ പരിഹരിക്കാൻ തയ്യാറാകുമായിരുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരത് കേൾക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ട് എൻ്റേതായിട്ടുള്ള ശാഠ്യങ്ങളും പിടിവാശികളും ഞാൻ വേണ്ട എന്ന് വെക്കുമായിരുന്നു. അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ മോശമായി ചിത്രീകരിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ട് അവർ സ്വയം അടക്കുമായിരുന്നു, ക്ഷമയോടുകൂടി നിൽക്കുമായിരുന്നു. എന്നാൽ ഭാര്യയും ഭർത്താവും മാത്രമുള്ള ആ വീടിൻ്റെ 2 ചുമരുകൾക്കിടയിലുള്ള അവരുടെ താമസം പല ദിവസങ്ങളും സംഘർഷത്തിനിടയാകുന്നു. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരുന്നത് പോലെ തന്നെയാണ് ഞാനും അധ്വാനിച്ചു കൊണ്ടിരുന്നത്, നിങ്ങൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേകതയില്ല, എനിക്കും അതേ പ്രത്യേകതയുണ്ട് എന്ന് 2 പേരും വാശി പിടിക്കുമ്പോൾ അവിടെ പരിഹരിക്കാൻ വേണ്ടി മുത്തശ്ശിയോ മുത്തശ്ശനോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവസാനം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സംഘർഷം രൂക്ഷമാവുകയും അവർ വേർപിരിയാൻ തയ്യാറാവുകയും ചെയ്യുന്നൊരു ദുരവസ്ഥ കേരളത്തിലെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് മാത്രമല്ല, ഇത് കൂടാതെ ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന ഇവർക്ക് ചില കാര്യങ്ങൾ താങ്ങാൻ പറ്റാത്ത കാരണം അവർക്ക് സഹനശക്തി കുറയുന്നു. കാരണം എന്താ? അവർ ഇതുപോലെ ത്യാഗം സഹിച്ച് ജീവിച്ചിട്ടില്ല. ത്യാഗവും ക്ഷമയും ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. സ്വതവേ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം സഹിക്കുവാനുള്ള സഹനശക്തി ഉണ്ടാവണം. അതവർക്കില്ല. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് അവർ പഠിച്ചിട്ടില്ല. കാരണം എന്താ? അവർ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വീട്ടിൽ നിന്നും മാറി താമസിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. അച്ഛനോ അമ്മയോ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് വേണ്ടുന്ന വിദ്യയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല, പട്ടിണി അറിഞ്ഞിട്ടില്ല. വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യയും കുട്ടി ഉടനെ താമസവും മാറ്റി. ജോലിയുടെ സൗകര്യാർത്ഥമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യാർത്ഥമൊക്കെ അങ്ങോട്ട് താമസം മാറ്റുമ്പോൾ ഈ പറയുന്ന സഹനശക്തി അവർക്ക് ഉണ്ടാകുന്നില്ല, ക്ഷമ അവർക്ക് ഉണ്ടാകുന്നില്ല. ആ അച്ഛൻ എങ്ങനെയാണ് എനിക്ക് പൈസ തന്നിട്ട് എന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് അവൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ സാമ്പത്തികം എങ്ങനെ ചെലവഴിക്കണമെന്ന് അവൻ അറിയുന്നില്ല. കിട്ടിയ പൈസ മുഴുവൻ തന്നെ തൂർത്തടിക്കുന്നു. പോരാത്തതിന് കടം വാങ്ങിക്കുന്നു. കടം വാങ്ങിച്ചത് കൊടുക്കാൻ പറ്റാത്ത അവസരത്തിൽ അവർ ലോൺ എടുക്കുന്നു, വാഹനം എടുക്കുന്നു. അങ്ങനെ പലതരത്തിൽ അവൻ
ജീവിതം ദുരിതത്തിലേക്ക് പോവുക ചെയ്യുന്നത്. അവനെ നിയന്ത്രിക്കാനോ നിർദ്ദേശിക്കാനോ ഉപദേശിക്കാനോ ആരുമില്ലാത്ത അവസരത്തിൽ അവസാനം ഒരു ചാൺ കയറിൽ ജീവിതം ഒടുക്കുന്ന ഹിന്ദു കുടുംബങ്ങളാണ് എന്നുള്ളത്. അല്ലെങ്കിൽ അല്പം വിഷം കഴിച്ച് ജീവിതം ഒടുക്കുന്ന നിരവധി കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഹിന്ദു വിഭാഗങ്ങളുടെ ഇടയിലാണ്. അതിന് കാരണം എന്താ അറിയോ? അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർക്കിടയിൽ ആളില്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് അല്പം ആശ്വാസം കിട്ടണമെങ്കിൽ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്, പക്ഷേ ക്ഷേത്രവുമായി അവർക്ക് ബന്ധമില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആചാര്യന്മാരുടെ അടുത്ത് പോകേണ്ടതാണ്, പക്ഷേ ആചാര്യന്മാരുടെ അടുത്ത് പോകാൻ അവർക്ക് സമയമില്ല. ജീവിതത്തിന് വേണ്ടി പണമുണ്ടാക്കാനുള്ള തിരക്കാ, ജീവിക്കാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ യൗവനകാലത്ത് തന്നെ അവർ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് എന്നർത്ഥം. അങ്ങനെ മതിയോ? നമ്മുടെ ജീവിതം മാറ്റിമറിക്കേണ്ടേ? എപ്പോഴും ഇതുപോലെ ആകണോ നമ്മുടെ വരും തലമുറ? നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ യൗവന തലത്തിലുള്ള ആൾക്കാരാണ് ഇത് ചിന്തിക്കുന്നിരിക്കട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ, യൗവനത്തിലുള്ള ആൾക്കാർ, ചെറുപ്പക്കാരായ ആൾക്കാർ, കുട്ടികളായ ആൾക്കാർ ഈ പ്രഭാഷണം കേൾക്കുകയാണെങ്കിൽ ചിന്തിക്കേണ്ടത്, എൻ്റെ കുടുംബം ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല, ഞാൻ ചെയ്യില്ല, എൻ്റെ കുടുംബത്തിലൊരാളും ചെയ്യില്ല. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് ഞാൻ നേടിയെടുക്കും. ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ സഹിക്കേണ്ടത് സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ല, എത്ര വലിയ വെല്ലുവിളികളുണ്ടെങ്കിലും അതിജീവിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛനും അമ്മയും അനുഷ്ഠിച്ചിരുന്ന, മുത്തശ്ശനും മുത്തശ്ശിയും അനുഷ്ഠിച്ചിരുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അത് നമ്മൾ മുറുക്കെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. അത് നമ്മുടെ യുവതലമുറ പഠിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ക്ഷണികമായിട്ടായിരിക്കും നമ്മുടെ ജീവിതമൊക്കെ തന്നെ. ഇവിടെ നമ്മുടെ ജീവിതം സുന്ദരമാക്കാൻ, സന്തോഷഭരിതമാക്കാൻ, സ്വർഗീയമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കലഹമില്ലാത്ത ജീവിതം വേണം, നമുക്ക് സന്തോഷകരമായ ജീവിതം വേണം. അപ്പോൾ ആദ്യം വേണ്ടത്, വിവാഹം കഴിച്ചാൽ അവരാദ്യം വധുവും വരനും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നായി കഴിഞ്ഞാൽ പരസ്പരം അവരറിയണം. മറ്റൊരാളുടെ വിഷമം ഇദ്ദേഹം അറിയണം, ഇദ്ദേഹത്തിൻ്റെ വിഷമം ആ സ്ത്രീയും അറിയണം. സ്ത്രീയുടെയും പുരുഷൻ്റെയും വിഷമങ്ങളും കഷ്ടപ്പാടുകളും യാതനകളും വെല്ലുവിളികളുമെല്ലാം അവർ പരസ്പരം അറിഞ്ഞുകൊണ്ട് മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ എനിക്ക് സാമ്പത്തികമില്ല എന്ന് കരുതിയാൽ എന്തെങ്കിലും വിചാരിക്കുമോ? ഞാൻ കടക്കാരനാണെന്ന് കരുതിയാൽ എന്തെങ്കിലും വിചാരിക്കുമോ? അല്ലെങ്കിൽ ഞാൻ ലോൺ എടുത്തിട്ടുണ്ടെന്ന് കരുതിയാൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും നാണക്കേട് തോന്നുമോ? അവരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും തോന്നുമോ എന്നുള്ള ചിന്തയ്ക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നെ അറിയാത്ത, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാത്തൊരു ഭാര്യയെ എനിക്ക് വേണ്ട. മറിച്ച് എൻ്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും യാതനകളും സന്തോഷങ്ങളും ഇനി ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ അതടക്കം എല്ലാം ഭാര്യയുമായി പങ്കുവെക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം. ഭർത്താക്കന്മാർ, അതേപോലെ തന്നെ ഭാര്യമാരും. എന്ത് വിഷയം ഉണ്ടായാലും വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്ന് ചിരിന്നിട്ട് കുറച്ച് നേരം സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം. ആ സന്തോഷം നമ്മുടെ ചിലപ്പോൾ ഓഫീസിലുണ്ടായ വിഷയമായിരിക്കാം, വഴിവക്കിലുണ്ടായ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വഴിവക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ തടസ്സങ്ങളുണ്ടാവാം, ഓഫീസിലെ പ്രശ്നങ്ങളുണ്ടാവാം. ഇത് പരസ്പരം തുറന്നു പറയാനുള്ളൊരു നല്ല മനസ്സ് നമുക്കുണ്ടാവണം. ഇങ്ങനെ നല്ല മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ മറ്റൊരാളുടെ മുന്നിൽ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അവരറിഞ്ഞല്ലോ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വൃത്തികെട്ട മനുഷ്യൻ ഈ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടാവാം. അയ്യോ, എൻ്റെ ഭർത്താവ് പറഞ്ഞാൽ നാളെ തന്നെ കുഴപ്പമാക്കും എന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടായിരിക്കും പറയാതിരിക്കുന്നുണ്ടാവുക. പക്ഷേ ഭർത്താവ് പറഞ്ഞാൽ കുഴപ്പമാക്കാതെ അത് നയപരമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നാളെ അയാളുടെ ശല്യം കൂടുകയും നാളെ മൊബൈലിൽ പല ഫോട്ടോകൾ എടുത്തു എന്ന് പറഞ്ഞിട്ടും മറ്റു പലതരത്തിലും നമ്മളെ സമീപിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ കുട്ടികളുടെ വിഷയങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. നമ്മുടെ മകളുണ്ടോ, മകനുണ്ടോ, അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നത് വരെ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ്
എല്ലാ വിഷയങ്ങളും, എന്ത് വിഷയമായിക്കോട്ടെ എല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക, ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക, അച്ഛനമ്മമാർ മക്കളോട് ചോദിക്കുക, മക്കൾ അച്ഛനോടും ചോദിക്കുക, എല്ലാവരോടും ചോദിച്ചിട്ട് ഒരു സന്തോഷപൂർണ്ണമായ അന്തരീക്ഷത്തിൽ വേണം നമ്മുടെ വീട്ടിൽ താമസിക്കാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ചിലപ്പം ഭാര്യ ജോലി ഇല്ലാത്തവളായിരിക്കാം. ഏത് ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ പുറത്തോ ജോലിക്ക് പോകുന്നുണ്ടാവില്ല, പക്ഷെ വീട്ടിൽ അതികഠിനമായിട്ടുള്ള ജോലി ചെയ്യുന്നവരായിരിക്കാം. ഈ അവസരത്തിൽ ഭർത്താവിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഭാര്യയെ സഹായിക്കുക എന്നുള്ളതാണ്. എന്തോ ആവട്ടെ, നമ്മളാൽ കഴിയുന്നെങ്കിൽ ആ ഭക്ഷണം കഴിച്ച പാത്രമെങ്കിലും കഴുകി വെക്കാനുള്ളൊരു സന്മനസ് നമ്മൾ കാണിക്കുക. ഭാര്യയുടെ അടക്കം കഴുകിക്കോളൂ, എന്താ തെറ്റി? അവർക്കൊരു സഹായം, അത് അവർക്കൊരു ധൈര്യമാണ്. കാരണം എന്നെ സഹായിക്കാൻ എൻ്റെ ഭർത്താവ് ഉണ്ട് എന്നുള്ളൊരു ധൈര്യം, അവർക്കൊരു ആശ്വാസമാണത്. നിരവധി രാവിലെ ഭർത്താവ് ഉണരുന്നതിന് മുന്നേ ഭാര്യ ഉണരുന്നുണ്ട്. ഭർത്താവ് ഉറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഭർത്താവ് കിടക്കയിലെത്തിയതിന് ശേഷം മാത്രമേ ഭാര്യ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അതിനിടയിൽ എന്തൊക്കെ ജോലികൾ അവർ ചെയ്യുന്നുണ്ട്. റെസ്റ്റ് ഇല്ലാതെ ഭക്ഷണം പാകം ചെയ്യണം, കുട്ടികളുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, ഇവരുടെയൊക്കെ വസ്ത്രങ്ങൾ കഴുകണം, വീട് മുഴുവൻ വൃത്തിയാക്കണം, വീടിൻ്റെ ചുറ്റുവട്ടം വൃത്തിയാക്കണം. അങ്ങനെ തുടങ്ങി നിരവധി ജോലികളാണ് അവർക്ക് അവിടെയുള്ളത്. നമ്മൾ അവരെ ഒരിക്കലും ഈ ജോലിയുടെ പേരിൽ കുറ്റപ്പെടുത്തരുത്. ഭക്ഷണം നമ്മൾക്ക് കഴിക്കുന്ന അവസരത്തിൽ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അവർ നമ്മൾക്ക് വേണ്ടി, നമ്മളെ വിശ്വസിച്ചിട്ടുണ്ടാക്കുന്ന ഭക്ഷണമാണ്. പല ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്നറിയോ? ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിനെയും കാത്തിരിക്കുമ്പോൾ ഭർത്താവ് ഇപ്പോൾ വെളിയിൽ നിന്നും കഴിച്ചു വരുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എന്നിട്ട് പറയും എനിക്ക് വിശപ്പില്ല, ഭർത്താവ് വന്നിട്ട് വേണം ഭർത്താവിനോട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ എന്ന് കരുതി കാത്തിരിക്കുന്ന ഭാര്യയോടാണ് പറയുന്നത് എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചു കിടന്നോളൂ എന്ന് പറയുന്ന ആൾക്കാർ. അത് ശരിയല്ല, അതല്ല വേണ്ടത്. അഥവാ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നിരിക്കട്ടെ, എന്നാൽ പോലും വീട്ടിലെത്തി ഭാര്യയോട് ഒന്നിച്ച് അല്പം ഭക്ഷണം കഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതാണ് അവർക്ക് സന്തോഷം ഉണ്ടാകുക. അവരുണ്ടാക്കുന്ന ഭക്ഷണം ഭർത്താവിനും മക്കൾക്കും രുചികരമാകണം എന്നുള്ള ചിന്തയോടുകൂടിയായിരിക്കും അവരുണ്ടാക്കിയിട്ടുണ്ടാവുക. അല്പം ഉപ്പ് കൂടിപ്പോയി അല്ലെങ്കിൽ അതിൻ്റെ രുചി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നമ്മൾ പ്രശ്നമുണ്ടാക്കാത്ത ഒരു ഭർത്താവിനെയാണ് അവർക്ക് ആഗ്രഹം. നമ്മൾക്കൊക്കെ ഓരോ ദുശീലങ്ങളുണ്ടാകും. പുരുഷന്മാർക്ക് പലതരത്തിലുള്ള ദുശീലങ്ങൾ ഉണ്ടാകാം. നമ്മൾ ചിന്തിക്കേണ്ടത് അഗ്നിസാക്ഷിയായി പൊതുജനമധ്യത്തിൽ വെച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് പല ആൾക്കാരുടെയും മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അവളുടെ കൈ പിടിച്ച് നമ്മുടെ കൈകളിൽ അല്ലെങ്കിൽ പുരുഷൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചതാ. എന്തിനാണെന്നറിയോ? ജീവിതകാലം മുഴുവൻ ഇത്രയും കാലം ഞാൻ എൻ്റെ മകളെ നിധി പോലെയാണ് സൂക്ഷിച്ചത്. അപ്പോൾ ഇനിയുള്ള കാലം ഈ നിധി നിൻ്റെ കുടുംബത്തിന് ഐശ്വര്യമായിട്ട് നിൻ്റെ കുടുംബത്തെ സ്വർഗമാക്കാൻ വേണ്ടി ഞാനിത് അതിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നീ എന്ത് വേണം? അവൾക്കൊരു ബുദ്ധിമുട്ടോ വിഷമവുമില്ലാതെ നീ അവളെ എന്ത് വേണം? ചേർത്ത് പിടിക്കണം. അതാണ് ഭർത്താവ്. ഭാര്യയെ ദുഃഖത്തിലും ദുരിതത്തിലും കഷ്ടപ്പാടിലും ചേർത്ത് പിടിക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് ഭാര്യയും ചിന്തിക്കേണ്ടത്. എൻ്റെ അച്ഛൻ എൻ്റെ കൈ പിടിച്ചു കൊടുത്തിരിക്കുന്നത് ആർക്കാ? ഒരു ഉത്തമ പുരുഷനാണെന്ന് അച്ഛന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അച്ഛൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ അലിഞ്ഞു ചേരണം. അയാളുടെ അച്ഛനാണ്, അയാളുടെ അമ്മയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന ചിന്ത നമുക്ക് വേണം. അവരെ നമ്മൾ പരിചരിക്കുന്നത് കണ്ടു വേണം നമ്മുടെ മക്കൾ വളരാനും നാളെ നമ്മളെ പരിചരിക്കുവാനും. അതിനുള്ള സാഹചര്യം നമ്മളാണ് ഒരുക്കേണ്ടത്. അപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ അവരെ സഹായിക്കാൻ പുരുഷന്മാരും കൂടി തയ്യാറാവുക. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ എന്താ ഒരു ഗുണം? ആ കുടുംബത്തിൽ നല്ല മാനസികമായിട്ടുള്ള ഐക്യമുണ്ടാകും. ഭാര്യയുടെ എല്ലാ പ്രശ്നങ്ങളും ചോദിച്ചറിയണം, ഭർത്താവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ചോദിച്ചറിയണം. മറ്റൊരു കാര്യം, നമ്മുടെ പഴയ കാലത്ത് ഭാരതത്തിലുള്ള ഹിന്ദു സനാതന ധർമ്മ വിശ്വാസികൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന ഒരു പ്രധാനമായ ഒരു കാര്യമുണ്ട്. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യത്തിൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമാണ്. എന്താണെന്നറിയോ? പിതാ രക്ഷതി കൗമാരേ ഭർത്തോ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നെല്ലാവരും കേട്ട് കാണാം.
ഈ 3 വരികൾ ആദ്യം കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഏറ്റവും അവസാനം പറഞ്ഞ നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന വാക്കുകൾ മാത്രമേ കേട്ട് കാണും. എന്താണ്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. ഹിന്ദു പുരാണം അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ എഴുതി തയ്യാറാക്കിയ ഗ്രന്ഥമാണ് മനുസ്മൃതി. അപ്പോൾ അതിൽ പറഞ്ഞു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെറിയ ആൾക്കാർ കോലാഹലമൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അതിന് മുമ്പുള്ള ശ്ലോകങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ആ ശ്ലോകം മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ സ്ത്രീകൾ സന്തോഷവതികളായിത്തീരും. മനുസ്മൃതി എല്ലാവരും ചവച്ചു തുപ്പി എല്ലാവരും വേണ്ട എന്നിട്ട് വൃത്തികെട്ടതാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ മനുസ്മൃതി വായിക്കാത്ത ആൾക്കാർ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു ശ്ലോകത്തിൽ ഒരു കഷ്ടം മാത്രം എടുത്തുകൊണ്ട് പറയും ഇതാ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പറഞ്ഞിട്ടില്ല എന്ന്, നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്താ പറഞ്ഞത്? പിതാ രക്ഷതി കൗമാരേ. ഒരു പെൺകുട്ടിയെ കൗമാരപ്രായത്തിൽ കുട്ടികളായിരിക്കുന്ന അവസരത്തിൽ പിതാവ് രക്ഷിക്കണം, സംരക്ഷിക്കണം. അവൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒന്നുമില്ലാതെ അവളുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നവനാണ് യഥാർത്ഥ രക്ഷാധികാരി. ഒരു പെൺകുട്ടി വീടിൻ്റെ മഹാലക്ഷ്മിയാണ്. അപ്പോൾ ആ വീടിൻ്റെ മഹാലക്ഷ്മിയായി പെൺകുട്ടി നിലനിൽക്കണമെങ്കിൽ അവൾക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല, ഒരു ദുഃഖം ഉണ്ടാവാൻ പാടില്ല, ഒരു ദുരിതം ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അവൾക്ക് അതിൽ നിന്നെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷിതാവുണ്ട്, അച്ഛനുണ്ട്. മാത്രമല്ല അവൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം അവൾ ചോദിക്കാതെ തന്നെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കാനും നമുക്ക് കഴിയണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത് എന്താണെന്നറിയോ? ഭർത്രോ രക്ഷതി യൗവനെ. യൗവനത്തിൽ ഭർത്താവാണ് ഈ പെൺകുട്ടിക്ക് സംരക്ഷണമേകേണ്ടത്. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടല്ലോ, ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ കൊണ്ടുപോകുന്ന അവസരത്തിൽ ആ പെൺകുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ ഭർത്താവിന് കഴിയണം. അവൾക്ക് ആ ഭർത്താവിൽ കാണുന്നത് ഒരു രക്ഷകനെയാണ്, സംരക്ഷകനെയാണ്. ഒരു വെറുതെ ഒരു രക്ഷകനായിട്ട് കാര്യമില്ല. ഭർത്താവ് എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ എന്ന അർത്ഥമുണ്ട്. ഏത് തരത്തിലാണ്? ഭാര്യയ്ക്കൊരു വസ്ത്രം വാങ്ങിക്കണം, അവളുടെ വസ്ത്രങ്ങൾ കീറിയിട്ടാണുള്ളത്. അവൾ വിചാരിക്കുന്നു ഇതെല്ലാം കീറിപ്പോയല്ലോ ഭഗവാനെ എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ ഭർത്താവിനോട് പറയേണ്ട ആവശ്യം വരുന്നില്ല. അതിനു മുമ്പ് തന്നെ ഭാര്യ ഭർത്താവ് അത് വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്നിരിക്കട്ടെ. പല സ്ത്രീകൾക്കും അടിവസ്ത്രങ്ങളൊക്കെ പറയാൻ മടിയായിരിക്കും കീറിപ്പോയി കഴിഞ്ഞാൽ ചില ഭർത്താക്കന്മാരോട്. പക്ഷേ ഭർത്താക്കന്മാർ ആ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, അവരുടെ ജീവിത രീതികളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണോ ആവശ്യം അതറിഞ്ഞ് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അവൾക്ക് അവളുടെ കുടുംബത്തിലേക്കൊന്ന് പോകാൻ തോന്നുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാരി എടുത്തത് പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ അതറിഞ്ഞ് ഭർത്താവ് ചെയ്യുകയാണെങ്കിൽ ആ പെൺകുട്ടി എത്ര ഭാഗ്യവതിയാണ്. ക്ഷേത്രത്തിൽ പോകാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു തീർത്ഥയാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിനോദയാത്ര പോകാൻ ആഗ്രഹിക്കുന്ന സമയത്തിന് ഭർത്താവ് അങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, നമുക്കൊന്ന് പോകാമെന്ന് പറയുമ്പോൾ ഞാനിതാ ഇപ്പോൾ പറയാൻ വേണ്ടി ചിന്തിച്ചിട്ടേ ഉള്ളൂ, ഇതാ നിങ്ങൾ പെട്ടെന്ന് അത് മനസ്സിലാക്കിയല്ലോ. അതാണ് യഥാർത്ഥത്തിലുള്ള ഭർത്താവ്. അതാണ് മനുസ്മൃതി പറഞ്ഞിരിക്കുന്നത്. യൗവനത്തിൽ സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് പുരുഷനാണ്, അത് ഭർത്താവാണ്. ആ ഭർത്താവ് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് സംരക്ഷിക്കണം. അവൾ ഒരു കാര്യവും ചോദിക്കാൻ ഇടവരുത്തേണ്ടതില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും സന്തോഷത്തിൻ്റെ കാര്യത്തിലായാലും അവൾ ആവശ്യപ്പെടാതെ ചെയ്തു കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഭർത്താവ്. അവസാന വാക്കെന്താണെന്നറിയോ? പുത്രോ രക്ഷതി വാർദ്ധക്യേ. വാർദ്ധക്യകാലത്തിൽ ആൺമക്കളാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. ആൺമക്കൾ മാത്രമല്ല പെൺമക്കൾക്കും ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ പുത്രോ എന്നിവിടെ പറയുന്നത് മക്കളെയാണ്. മക്കളുടെ സംരക്ഷണയിൽ ഈ പറയുന്ന സ്ത്രീ സംരക്ഷിക്കപ്പെടണം. മോനെ എനിക്കൊന്ന് ഗുരുവായൂർ പോകണം കണ്ണനെ കാണാൻ എന്ന് അമ്മ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയെ പോയിക്കോളൂ, ഇതാ ഇന്ന് ആൾക്കാർ പോകുന്നുണ്ട് അവരപ്പുറം പോയിക്കോളൂ എന്ന് പറയാം. അല്ലെങ്കിൽ അമ്മ പറയുന്നതിന് മുമ്പ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള മകൻ. ആവോ നമ്മളങ്ങനെ? കാശിയിൽ പോകാൻ ആഗ്രഹമുണ്ടാകും പലരും. ഞാൻ കാശിയിലേക്ക് നിരവധി ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. എൻ്റെ അടുത്ത് പല മക്കളും വിളിച്ച് പറയാറുണ്ട്, അമ്മയ്ക്ക് കാശിയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ലീവ് കിട്ടില്ല, നിങ്ങളൊന്ന് കൊണ്ടുപോകുമോ എന്ന്. അങ്ങനെ എത്രയോ ആൾക്കാർ എൻ്റെ ഒന്നിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ശ്രേഷ്ഠന്മാരായ മക്കൾ നിരവധിയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും സംരക്ഷിക്കപ്പെടേണ്ടത് പുരുഷന്മാർ സ്ത്രീകളെ സംരക്ഷിക്കുകയാണ്. അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞു ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മനുസ്മൃതിയിൽ വളരെ
ശക്തമായിട്ട് പറയുന്നു. പലരും പറഞ്ഞല്ലോ മനുസ്മൃതി ഏറ്റവും മോശമാണ്, സ്ത്രീ വിരുദ്ധമാണ് മനുസ്മൃതിയിൽ പറയുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ തെറ്റാ കേട്ടോ. അതിൽ പറയുന്നു എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണ്. എന്ന് വെച്ചാൽ എവിടെയാണോ സ്ത്രീകൾ അല്ലെങ്കിൽ നാരിമാർ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതമാർ രമിക്കുന്നു, ദേവതമാർ വിളയാടുന്നു, ദൈവ സാന്നിധ്യം ഉണ്ടാവുന്നത് സ്വർഗം പോലെയാവും എന്നാണ് പറയുന്നത്. അത് മനുസ്മൃതിയാണ് പറയുന്നത്. എന്നിട്ടും ആൾക്കാർ പറയുന്നതോ മനുസ്മൃതി സ്ത്രീ വിരുദ്ധമാണെന്ന്. എവിടെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ആദരിക്കപ്പെടുന്നത് അവിടെയാണ് സ്വർഗമുണ്ടാവുക എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കാനും പൂജിക്കാനും പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദുവിനുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബം സന്തോഷകരമായി പോകാൻ ആ വീട്ടിലുള്ള പുരുഷന്മാർ വിചാരിക്കണം. അതോടൊപ്പം ആ പുരുഷൻ്റെ ഒരു മാനസികമായ പ്രശ്നങ്ങളോ വിഷമങ്ങളോ കഷ്ടപ്പാടുകളോ വരുമ്പോൾ അവർക്ക് താങ്ങായിട്ട് സഹായിയായിട്ട് ഭാര്യയും അല്ലെങ്കിൽ സ്ത്രീകളും അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവിടെ ആത്മഹത്യ ഉണ്ടാകില്ല. കാരണം അവർ പറയേണ്ടത് ഇത് സാരില്ല, കാരണം നാളെ പട്ടിണിയായാലും നമ്മൾക്ക് ഒന്നിച്ചല്ലേ, വിഷമിക്കേണ്ട. അല്ലെങ്കിൽ നാളെ ഒരു ബുദ്ധിമുട്ട് വന്ന് വരുന്നുണ്ട്, സഹിച്ചോളാം, ഞാൻ സഹിക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ടെൻഷൻ വേണ്ട, ഇന്നുള്ളതെല്ലാം നാളെ നഷ്ടപ്പെടാം, അതല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് തിരിച്ചു കിട്ടും, നമുക്ക് പ്രതീക്ഷയോടുകൂടി പോകാം, കഷ്ടപ്പാടുകൾ എല്ലാ മനുഷ്യരും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കേണ്ടവളാണ് ഭാര്യ. ഇത്തരത്തിലൊരു ഭാര്യയാകാൻ നമുക്ക് കഴിയുമോ? അതേപോലെ ശ്രേഷ്ഠനായ ഒരു ഭർത്താവാൻ നമുക്ക് കഴിയുമോ? ഇങ്ങനെ ശ്രേഷ്ഠനായ ഭർത്താവും ശ്രേഷ്ഠയായ ഭാര്യയും ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ എത്ര നല്ലവരായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളൂ. ഇവരെ കണ്ടല്ലേ അവർ വളരേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതം സ്വർഗമാക്കാൻ, നമ്മുടെ മക്കൾ ശ്രേഷ്ഠന്മാരായി തീരാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. ഇത്രയും കാലം നമ്മൾ എങ്ങനെയോ ജീവിച്ചിട്ടുണ്ടാവാം, ഇനിയെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ മാറ്റം വരുത്താൻ? അങ്ങനെ മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്കൊരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല. നമ്മുടെ മക്കൾ ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റിപ്പോകുന്നുണ്ട് എന്ന് കണ്ട് ആ മക്കൾ വഴിതെറ്റിപ്പോയി, ഇനി ഒരു രക്ഷയില്ല, അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല, മക്കളോട് ഭീഷണി മുഴക്കാറുണ്ട്, അച്ഛനും അമ്മയും നീ അങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്ന് നമ്മൾ പറയും. എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടവരല്ല. അങ്ങനെ ഒരു കുട്ടി നമ്മൾ ആരും പറഞ്ഞത് കേട്ടിട്ട് അനുസരിക്കാത്ത കക്ഷമാണ്, അല്ല അങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ, ഏതെങ്കിലും പ്രേമത്തിൽ ചെന്ന് ചാടിയതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്ക് എങ്ങനെ മാനസികമായി യോജിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പോകാൻ വേണ്ടി നോക്കുന്ന പെൺകുട്ടിയാണ്, ലഹരിക്കടിപ്പെട്ടതാണ്, ഇങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളത് പരസ്പരം കുടുംബത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം യുക്തമായ മാർഗമെടുക്കണം. ഇന്ന് നല്ലതുപോലെ കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്, നമ്മളും നടത്തുന്നുണ്ട് ഒരു കൗൺസിലിംഗ് സെൻറ്റർ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായ പ്രയാസങ്ങൾ വരികയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലാവട്ടെ, അച്ഛനും മക്കളും തമ്മിലാവട്ടെ, ഇങ്ങനെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്കതിനുള്ള കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്, അവിടെ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ്. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മളെ നശിപ്പിക്കാൻ ആർക്കും കഴിയൂ. നമ്മൾ വിചാരിക്കാത്ത കാലത്തോളം നമ്മൾ ഒരിക്കലും തകരില്ല. സാമ്പത്തികമായി തകർന്നേക്കാം, പക്ഷേ മാനസികമായി തകരണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിക്കണം. ചിലപ്പോൾ വലിയ തകർച്ച ഉണ്ടാകുമ്പോഴും നമ്മൾ പതറേണ്ടതില്ല. കാരണം വലിയൊരു ഇറക്കം കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു കയറ്റം ഉണ്ടാകും, അതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അത് ജീവിതത്തിൻ്റെ അവസാനമായാലും സമയം നന്നാവുമ്പോൾ എല്ലാം നന്നാവും, സമയം മോശമാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും നമ്മൾ അലട്ടരുത്. നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ? വിവാഹം കഴിഞ്ഞ ഭാര്യ ചിന്തിക്കേണ്ടത് എൻ്റെ ഭർത്താവിന് തുണയാകേണ്ടത് ഞാനാണ്, അവർക്ക് മാനസികമായിട്ട് ഒരു വിഷമവും വരാതെ ഞാൻ അവരെ സംരക്ഷിക്കും. അതുപോലെ ഭർത്താവ് ചിന്തിക്കേണ്ടത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ബുദ്ധിമുട്ട് മക്കളിൽ നിന്നാവട്ടെ, മറ്റുള്ളവരിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഓഹരി എൻ്റെ ഭാര്യയ്ക്കുള്ളതായിരിക്കും. അവളെ കണ്ണീര് ഞാൻ കാരണം ഭൂമിയിൽ വീഴാൻ ഇടവരില്ല എന്ന ചിന്തയോടുകൂടി ഭർത്താവും തയ്യാറാവണം. നിങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ, മറ്റൊരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക, ഞാൻ മാറും, എൻ്റെ കുടുംബത്തെ സ്വർഗ്ഗതുല്യമാക്കും, ഇനി ഞാൻ മദ്യപിക്കില്ല,
ഞാൻ പുകവലിക്കില്ല, ഒരു ലഹരിക്കും അടിമപ്പെടില്ല, ഞാൻ പരസ്ത്രീകളുടെ അടുത്തേക്ക് പോകില്ല. അതുപോലെ സ്ത്രീകളും ചിന്തിക്കുക, ഞാൻ ഇനി കലഹിക്കില്ല. ഭർത്താവ് പല പ്രശ്നങ്ങളുമായിട്ടായിരിക്കും വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ടാവുക, ഞാൻ അതിനെ കലഹിച്ചിട്ടോ അദ്ദേഹത്തിന് ദേഷ്യം പിടിപ്പിച്ചിട്ടോ ഞാൻ പെരുമാറില്ല. മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു നാഥനയുള്ളൂ, അതെൻ്റെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ അന്യപുരുഷന്മാർ കയ്യോ കാലോ കാണിച്ചാലും ഞാൻ അവരപ്പുറം പോകില്ല. എൻ്റെ മരണം വരെ എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സ്വർഗ്ഗതുല്യമാക്കാം. ഏതായാലും ഇനിയുള്ള ദിവസം നമ്മളത് പരീക്ഷിക്കുക. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും പരസ്പരം സന്തോഷങ്ങൾ കൊടുത്തുകൊണ്ട് ജീവിതം സ്വർഗ്ഗതുല്യമാക്കുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.